ഉള്ള ഒരു തീവ്ര വിഭാഗവും ഗാന്ധിജിയെ പോലുള്ളവരുടെ നേതൃത്വത്തിലുള്ള മിതവിഭാഗവും ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ എന്തായാലും ഗാന്ധിജിയെ പോലുള്ള മിതവിഭാഗത്തിലാണ് അപ്പർ ഹാൻഡ് കിട്ടിയത്. പക്ഷേ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നേടിക്കഴിഞ്ഞപ്പോൾ, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നെഹ്റു പട്ടേലിനെയും അതുപോലുള്ള വളരെ പ്രമുഖരായുള്ള ആളുകളെയും ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കണം, മുഹമ്മദ് അലി ജിന്നയെ 6 മാസത്തേക്കെങ്കിലും ആക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും നടന്നില്ല. അവസാനം ജിന്ന പാകിസ്ഥാൻ കൊണ്ടുപോയി. ഇന്ത്യയിൽ ഡൽഹി ചെങ്കോട്ടയിൽ ആരാണ് കയറേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നവഖാലിയുടെ തീരങ്ങളിൽ, വടക്ക് കിഴക്കൻ നവഖാലിയുടെ തീരങ്ങളിൽ ഗാന്ധിജി ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടി ചോരപ്പുഴ ഒഴുകുന്നവരുടെ ഇടയ്ക്ക് കിടന്ന് തേരേ ജഹാംസ അച്ചായും പിന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇസ്ലാമിനൊക്കെ ഐക്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ബോംബെയിലെ വ്യവസായികളും ബോംബെയിലാണ് കൂടുതലും ചർച്ചകൾ നടന്നു എന്നൊരു ആക്ഷേപമുണ്ട്. ഇതിൻ്റെ അത് ആക്ഷേപം മാത്രമാണ്. പക്ഷേ എന്തായാലും രാജ്യത്ത് തലസ്ഥാനത്ത് അവസാനം അംബേദ്കർ ഭരണഘടനാ ശില്പിയായി നിന്നിട്ട് പോലും അംബേദ്കറിനെയും പട്ടേലിനെയും ഒക്കെ ഒഴിവാക്കി നെഹ്റുവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായത്. അന്ന് മുതൽ തന്നെ കോൺഗ്രസിൽ ഈ ഒരു ശനി പിടിച്ച പാത പോലെ ഗ്രൂപ്പ് രാഷ്ട്രീയവും മറ്റുമുണ്ട്. എന്നാൽ